കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് പകലും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ തങ്കച്ചൻ ബ്രദറിൻ്റെ വേർപാടിനുള്ളതായ ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന തൻ്റെ സഹധർമ്മിണി, കുടുംബാംഗങ്ങൾ, മറ്റ് ബന്ധുക്കൾ, ചാർച്ചക്കാർ, കൂട്ടുവിശ്വാസികൾ, ശ്രേഷ്ഠന്മാരായ കർത്തൃവൃത്യന്മാർ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. 2006, 2009 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനായി ഇവിടേക്ക് വരുവാനിടയായത്. ആ കാലഘട്ടങ്ങളിൽ ഈ വാത്സല്യ കുടുംബവുമായി വളരെ അടുത്ത് തന്നെ ഇടപെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയ തങ്കച്ചനെ കുറിച്ച് ഓർപ്പിക്കുവാനുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ എല്ലാവരും ഓർപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ 100% അതങ്ങനെ തന്നെയായിരുന്നു എന്ന് പ്രസ്താവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ സൗമ്യനായി, ശാന്തനായി, അതുപോലെ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ സത്യസന്ധനായി കർത്താവിനെ സേവിച്ച ഒരു ജീവിതമായിരുന്നു തൻ്റേത്. തൻ്റെ വേർപാടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അറിയുവാനിടയായി ഈ ഭവനത്തിൽ വന്ന് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് സാവകാശം തന്നു. സമയത്തിൻ്റെ ലഭ്യത മനസ്സിലാക്കണമല്ലോ. ഞാൻ വാക്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തൻ്റെ ദാസനോടുള്ളതായ ബന്ധത്തിൽ ആ വചനം അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. ഇനി നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനിയും തന്നെ കാണാനുള്ള ഒരു പ്രത്യാശ നമ്മളിലുണ്ട്, എല്ലാവരിലും. ക്രിസ്തുവിനെ സേവിച്ച് ക്രിസ്തുവിൻ്റെ പാതയെ പിൻപറ്റി വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിൽ പ്രവേശിക്കുന്ന സകല ദൈവമക്കൾക്കും തങ്ങൾക്ക് മുമ്പേ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ അവിടെ കാണാമെന്നുള്ള ഏറിയ പ്രത്യാശയാണ് ഈ ദുഃഖഭവനത്തിൽ നമ്മൾ ഇത്രയും ശാന്തരായിരിക്കുന്നതിൻ്റെ ഒരു കാരണം. നമുക്കറിയാം, അനേക മരണവീടുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളവരാണ്. വളരെ നിലവിളിയും ഒക്കെ കേൾക്കുന്ന ഭവനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നാൽ ഇവിടെ ശാന്തമായി എല്ലാവരും ഇരിക്കുന്നതിൻ്റെ കാരണം ഇതൊരു താൽക്കാലിക വേർപാടാണ്. വീണ്ടും കാണും, വീണ്ടും ഒരുമിച്ച് കാണുന്ന ആ വലിയ സുദിനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രിയ സഹോദരനെ ഇവിടെ നിന്ന് യാത്രയാക്കുന്നത്. തൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ മോളിയെയും അവരുടെ കുടുംബജീവിതത്തിൽ ദൈവദാനമായി കൊടുത്ത അവരുടെ കുഞ്ഞുങ്ങൾ, സോണി കുടുംബം, റോണി കുടുംബം, ഹണി കുടുംബം, ഇവരെല്ലാം സർവശക്തനായ ദൈവം തൻ്റെ ആശ്വാസത്തിൻ്റെ വചനങ്ങളാൽ അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ദുഃഖങ്ങളും പങ്കുവെക്കുന്നു. അതോടൊപ്പം ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊളത്തുപുഴ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും പേരിലും ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് കൊല്ലം ഈസ്റ്റ് കോർഡിനേഷൻ്റെ പേരിലുമുള്ളതായ അഗാധമായ ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് അവസരം തന്ന കർത്താവിൻ്റെ ദാസനോട് നന്ദി പറഞ്ഞുകൊണ്ടും വാക്കുകളിലിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ തങ്കച്ചായൻ്റെ വേർപാട് കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ വളരെ ഭാരമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയ തങ്കച്ചായനെ കുറിച്ച് ചില വാക്കുകൾ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുൻപ് അലിമുക്ക് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി ഞങ്ങൾ കുടുംബമായി ഇവിടെ പാർക്കുമ്പോൾ ഈ തങ്കച്ചായൻ്റെ കുടുംബം ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. ദൈവിക കാര്യങ്ങൾക്ക് വളരെ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു തങ്കച്ചായൻ്റെ കുടുംബം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പല കാര്യങ്ങൾ പുറത്തിറങ്ങി ചിന്തിക്കുകയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടിലാണ്. ഈ മനോഹരമാകുന്ന ഭവനവും ഈ സ്ഥലവും അവർക്ക് ലഭിച്ചതൊരു അത്ഭുതമാണ്. സ്തോത്രം. ഒരു ദിവസം ഞാൻ ആ ഭവനത്തിൽ വിസിറ്റ് ചെല്ലുമ്പോൾ തങ്കച്ചൻ ഒത്തിരി ക്ഷീണിതനായി ഭാരത്തോടു കൂടെ ഇരിക്കുന്നൊരു കാഴ്ച കാണുവാനിടയായി തീർന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ ഭവനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്കച്ചാൻ എന്നെ വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രകാരം പറഞ്ഞു, പാസ്റ്ററെ, എനിക്കിനി വീട്ടിൽ താമസിക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ വീടും സ്ഥലവും വിൽക്കുവാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ വാടകയ്ക്ക് ഈ സ്ഥലത്ത് ഒരു വീട് ലഭിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ജോലി സ്ഥലമാകുന്ന പത്തനാപുരത്ത് ഞാൻ പോയി താമസിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നെൻ്റെ അടുത്ത് പറഞ്ഞു.
അപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. കാരണം സഭയ്ക്ക് വളരെ സമ്പത്തായൊരു കുടുംബമാണ് തങ്കച്ചാൻ്റെ കുടുംബം. അദ്ദേഹം ഇവിടെ നിന്നും പത്തനാപുരത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അരിമുക്ക് സഭയിലെ വരികയില്ല, അവിടെ സഭകളുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയം തോമസ് കുടിച്ചാനോട് പറഞ്ഞു. അപ്പോൾ തോമസ് കുടിച്ചാൻ പറഞ്ഞു, ഇവിടെ അല്പം സ്ഥലം ഇവിടെ കൊടുക്കുവാനായിട്ടുണ്ട്, നമുക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനും ഒരു തോമസ് കുടിച്ചാനും തങ്കച്ചാനും കൂടെ ഇവിടെ പിറവന്തൂർ അടുത്തുള്ള ഹൈന്ദവ സഹോദരൻ്റെ ഭവനത്തിൽ സംസാരിപ്പാനായി കടന്നുപോയി. രാത്രി 10 മണിക്കാണ് ഞങ്ങൾ കടന്നുപോയത്. ഈ ഭവനത്തിൻ്റെ സകല ചരിത്രവും ആ പിതാവിൻ്റെ അടുക്കൽ ഞങ്ങൾ പറഞ്ഞു. ആ പിതാവിൻ്റെ മകൻ്റേതാണ് ഈ വസ്തു. അപ്പോൾ തന്നെ മകൻ വന്ന് മകൻ ഗൾഫിലാണ്, ആ മകൻ ലീവിന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ആ പിതാവ് തൻ്റെ മകനെ വിളിച്ച പ്രകാരം പറഞ്ഞു, മകനെ, നമുക്ക് ഭൂമിയിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ വസ്തുക്കളുണ്ടല്ലോ, സ്വത്തുക്കളുണ്ടല്ലോ, എന്നാൽ അവരുടെ അവസ്ഥ നാം കേട്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഈ സ്ഥലം കൊടുക്കണമെന്ന് മകനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെറും തുച്ഛമായ വിലയ്ക്ക് ഈ സ്ഥലം വാങ്ങുവാൻ കർത്താവ് കൃപ നൽകി. പ്രൈസറുള്ള വിദേശത്തുള്ളതാകുന്ന എൻ്റെ സഹോദരൻ്റെ സഭ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഈ സ്ഥലം വാങ്ങുവാൻ കർത്താവ് കൃപ നൽകി. ഇപ്രകാരം ഇവിടെ താമസിപ്പാൻ കർത്താവ് അവരെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം റോണിയുടെ വിവാഹ സമയത്തൂടെ കടന്നു വന്നപ്പോൾ ഞാൻ തങ്കച്ചാനടുത്ത് പറഞ്ഞു, വെച്ചാൽ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു, വളരെ ഭംഗിയായിരിക്കുന്നു. അപ്പോൾ തങ്കച്ചാനോട് പറഞ്ഞു, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ സന്തോഷിച്ചു. കർത്താവ് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. വിശേഷാൽ മോളിമാമെ കർത്താവ് ബലപ്പെടുത്തട്ടെ. സകല ബുദ്ധിയംഗ ദൈവിക സമാധാനം കൊണ്ട് ഈ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്നതിൻ്റെ പെന്തക്കോസ്ത് ദൈവസഭ അണ്ടൂർ സഭയുടെ എല്ലാവിധമാകുന്ന പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാനുഷികമായ ചിന്തയിൽ വളരെ അവിചാരിതമായ സമയത്ത് പ്രിയ തങ്കച്ചാൻ്റെ മരണം സംഭവിച്ചു. എന്നാൽ പ്രത്യാശയുള്ള ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവഹിതം എന്ന് നനച്ച് ആശ്വസിക്കുവാൻ ഇടയാകുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്ക് ദൈവം നൽകുന്ന ആശ്വാസത്തിനും ധൈര്യത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ തങ്കച്ചായനെ സംബന്ധിച്ചോളം കൂടുതൽ അറിയുവാനും പറയുവാനും ഉള്ളത് കുടുംബാംഗങ്ങൾക്കാണ്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം സഭയുള്ള ബന്ധത്തിലുള്ള സഹകരണത്തിൽ സഭാവിശ്വാസികൾക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയിക്കുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞാൽ അതാത് കാലങ്ങളിലൂടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാർക്ക് ശുശ്രൂഷ കാലയളവിൽ ഈ കുടുംബമായിട്ടുള്ളതായ ആത്മീയ സ്നേഹ സഹകരണ ബന്ധത്തിലുള്ള കാര്യങ്ങൾ അനവധിയുണ്ട്. ആ നിലയിൽ പ്രിയ സാങ്കുട്ടി പാസ്റ്റർ ശുശ്രൂഷിക്കുന്നതിന് മുമ്പുള്ള ചില വർഷങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഈ അലിമുക്ക് സഭയിൽ ഞങ്ങളായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ടുള്ളതായ സ്നേഹവും സഹകരണവും ആത്മീയ ബന്ധവും ഈ കുടുംബമായി പുലർത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാണ്. ശുശ്രൂഷിച്ച ദൈവദാസന്മാർ പറഞ്ഞാലും അതുതന്നെയാണ്. ശൈലിക്ക് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. സഭയിൽ മാതൃകയോടെ പ്രിയപ്പെട്ടവരായിരുന്നു. ദൈവദാസന്മാർക്ക് ആശ്വാസമായിരുന്നു, സഹായമായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. സാമുദായിക ആചാര ബന്ധങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ പെന്തക്കോസ്ത് വിശ്വാസ മാർഗത്തിലേക്ക് വന്നപ്പോൾ സമൂലമായ ഒരു വ്യത്യാസം അവരിലുണ്ടായി എന്നുള്ളത് പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ആദർശത്തിലും പ്രവൃത്തിയിലും ആ വ്യത്യാസം അവർ വെളിപ്പെടുത്തി. അവരുടെ ജീവിതത്തിലൂടെ അവരുടെ കുടുംബങ്ങളിൽ സഹോദര ബന്ധങ്ങളിൽ അത് വെളിപ്പെടുത്തി. ആയതിൻ്റെ ഫലമായിട്ട് പ്രിയപ്പെട്ടവരുടെ കുടുംബത്തോട് അടുത്ത ബന്ധപ്പെട്ട പല പ്രിയപ്പെട്ടവരും ഇവർ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഈ നാളുകൾക്കുള്ളിൽ അനേകർ ഈ വിശ്വാസ സത്യങ്ങളെ സ്വീകരിച്ചു. ഈ ആത്മീയ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നതായ നല്ല അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ വെളിപ്പെടുത്തുന്നതിൽ സുവിശേഷീകരണത്തിൽ അവർ മുഖ്യമായ നിലയിൽ പ്രവർത്തിച്ചു. വലിയ പ്രസംഗങ്ങൾ ചെയ്തോ പരസ്യയോഗം നടത്തിയോ അല്ല, ജീവിതം കൊണ്ടും ഇടപാടുകൊണ്ടും നിലപാടുകൊണ്ടും അവർ വെളിപ്പെടുത്തി. ആ നല്ല അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തിന്
മഹത്വം കൊടുക്കുന്നു. ജീവിതകാലത്തെ അനുഭവങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയ അച്ഛനെ കുറിച്ച് സന്തോഷിപ്പാനുണ്ട്. അതുപോലെ തന്നെ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. നിത്യതയോടും സ്വർഗീയ വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഉയർപ്പിൻ്റെ ആ പൊൻപുലരിയിൽ തേജസ്സേറിയ ശരീരത്തോടു കൂടെ ഈ പ്രിയ തങ്കച്ചായൻ ഉയർത്തെഴുന്നേറ്റ് വരും. സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത് എന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു. അപ്പോൾ ദൈവമക്കൾക്ക് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. നമുക്ക് മുന്നമേ നമ്മെ വിട്ടുപോകുന്നവരെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അവരെങ്ങോട്ടാണ് പോകുന്നത്, ആത്മാവ് എവിടെയാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് നമുക്ക് ഏവർക്കും അറിവുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ യേശുവിൽ വിശ്വസിച്ചവരെയും ദൈവം അവനോട് കൂടെ വരുത്തും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മുളി സിസ്റ്ററേയും പ്രിയ റോണിയെയും കുടുംബത്തെയും സോണിയെയും കുടുംബത്തെയും ഹണിയെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ ആയിരുന്ന ആ സന്ദർഭം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമായിരുന്നു. ഞങ്ങളുടെ മൂത്ത മകൻ സ്റ്റാൻലിക്ക് റോണിച്ചായനുമായിരുന്നു പ്രായത്തിൽ അത്ര വ്യത്യാസമുണ്ട്. അവരൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞു. അവരൊക്കെ ദുഃഖം ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. കുടുംബമായി ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. അതോടെ കുടുംബത്തോട് ബന്ധപ്പെട്ട പല പ്രിയപ്പെട്ടവരുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ഈ സഭയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 21 വർഷത്തെ ജൈത്രയാത്രയുടെ അന്ത്യം. വേർപെട്ട് നിൽക്കുന്ന പ്രിയപിതാവിൻ്റെ മൃതശരീരത്തിൻ്റെ മുൻപിലായിരിക്കുവാൻ കഴിഞ്ഞുവല്ലോ എന്നത് ദുഃഖം നൽകുന്ന കാര്യമാണ്. പിൻപറ്റിയ വിശ്വാസത്തിനു വേണ്ടി വിലപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് മണ്ണിൻ്റെ മാന്യതയേക്കാൾ മാനത്തിൻ്റെ മഹത്വം അന്വേഷിച്ച സൗമ്യമായ പെരുമാറ്റത്തിലൂടെ വ്യക്തികളെ സ്വാധീനിച്ച ആത്മീയ ആരാധനകൾക്ക് പൈതൃകം പാകിപ്പകർന്ന് തലമുറകൾക്ക് മാതൃകയുള്ള ഒരനുഗ്രഹീത സഹോദരനായിരുന്നു പ്രിയ തങ്കച്ചായൻ. 21 വർഷത്തിനു മുൻപ് അൽമുക്ക് IPC ഹെബ്രോൺ സഭയുടെ സഭാരാധനയ്ക്ക് ശേഷം എൻ്റെ സഹോദരി കുഞ്ഞുമോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു കുടുംബം താമസിക്കുന്നു. അവർ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. അവിടുത്തെ പൈതൽ സോണി എനിക്ക് വളരെ സ്നേഹം തോന്നുന്നു. പാസ്റ്റർ എന്ന് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ കുടുംബത്തിൽ അന്ന് കടന്നു ചെന്നു. സോണി ആദ്യമായി ആ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവസഭയിൽ വന്നു. അന്ന് മുതൽ 7 വർഷത്തെ ഈ സഭയുടെ ശുശ്രൂഷ കാലം വരെ എൻ്റെ ഒരു അനുജനെ പോലെ, എൻ്റെ ഒരു മകനെ പോലെ എന്നോടൊപ്പം ഈ ഫെയ്ത്ത് ഹോമിൽ സോണിയായിരുന്നു. ഞാനും സോണിയും കൂടെ അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, മോനെ തങ്കച്ചാൻ എങ്ങനെയുണ്ട്? സോണിയോട് പറഞ്ഞു, ആ കുടുംബം ദൈവകൃപയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. സുവിശേഷം പറഞ്ഞു. അങ്ങനെ തങ്കച്ചായൻ മോളിമാമ്മയും കൂട്ടി ഹണിയും കൂട്ടി സഭാ ഹോളിലെത്തി. അതിനുശേഷമാണ് റോണി ദൈവത്തിൽ വരുന്നത്. അന്നു മുതലുള്ള അവരുടെ ആത്മീക പരിചയവും പക്വതയും ആ കുടുംബമായി വലിയ ബന്ധമുണ്ടായി. കൊല്ലത്തും അടൂരും തെമ്മലയിലുമൊക്കെ